ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം ഇന്നത്തെ ഗോസ്പൽ പറയുന്നുണ്ട്. ഫരിസേരും നിയമജ്ഞരും വന്നിട്ട് ഈശോയോട് ചോദിക്കുന്നത്, നിന്റെ ശിഷ്യന്മാരെന്താ പാരമ്പര്യങ്ങളിൽ ലംഘിക്കുന്നത്? അവർ കൈ കഴുകാതെ തന്നെ ഭക്ഷണം കഴിക്കുന്നത്? അപ്പോൾ ഈശോ അവർക്ക് ഡയറക്റ്റായിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല. പകരം അവരെ ചോദ്യം ചെയ്യാണ്, നിങ്ങളെന്താ ചെയ്യുന്നത്? പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾ ദൈവകൽപ്പനകളല്ലേ ലംഘിക്കുന്നത്? മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ള ദൈവകൽപ്പനയാണ്. പക്ഷെ നിങ്ങൾ അവരോട് പറയും, നിങ്ങളെ സംരക്ഷിക്കേണ്ടതൊക്കെ നിങ്ങൾ വഴിപാടായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞവരെ തള്ളിക്കളയാണ്. നിങ്ങൾ കപടരാണ്. നിങ്ങൾ മാനുഷിക നിയമങ്ങൾ ദൈവപ്രമാണങ്ങളായിട്ട് ആൾക്കാരെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അതരം കൊണ്ട് സ്തുതിക്കുന്നു, പക്ഷെ ഹൃദയം വളരെ ദൂരത്താണ്. എന്നിട്ട് ജനങ്ങളോടാണ് ഈശോ കൃത്യമായ മറുപടി കൊടുക്കുന്നത്. ഉള്ളിലേക്ക് കയറുന്നതൊക്കെ നല്ലതാണെന്നേ, ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നതാണ് അഴുക്ക്. അപ്പം ശിഷ്യന്മാരൊന്ന് ഈശോയോട് പറയും, ഫരിസേർക്ക് വിഷമമായിട്ടാ. ഈശോ പറഞ്ഞു, വിട്ടേക്ക്, അവരെ വിട്ടേക്ക്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. ഒന്നുകൂടി വായിക്കണം. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. എന്താണ് സ്വർഗസ്ഥനായ പിതാവ് നടാത്ത ചെടികൾ? അത് മനുഷ്യർ ദൈവസ്നേഹമില്ലാതെ ഉണ്ടാക്കിയ പാരമ്പര്യങ്ങളാണ്. അതൊക്കെ പിഴുതു മാറ്റപ്പെടും. സ്നേഹമില്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളുണ്ടോ, പാരമ്പര്യങ്ങളുണ്ടോ? പിഴുതു മാറ്റപ്പെടും. ദൈവസ്നേഹമില്ലാത്ത പാരമ്പര്യങ്ങളുണ്ടല്ലോ, അത് അന്തരം ഉണ്ടാക്കിയതാണ്, ഒരു കൂട്ടം അന്തരം നയിക്കാൻ.